ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ പറഞ്ഞിരിക്കുന്ന 10 ഫ്രീ പ്ലാൻസിനെ കുറിച്ച് വീഡിയോയുടെ എൻഡിൽ പറയുന്നതാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ എൻഡ് വരെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഈ കാണുന്ന ബൊഗൺവില്ല എല്ലാം തന്നെ അടുത്ത സെയിലിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നവരാണ്. വരുമ്പോൾ ഇങ്ങനെയാണ് യാത്ര ചെയ്തൊക്കെ വന്ന ഈ പ്ലാന്റുകളെല്ലാം ചിലതൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ കരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസൊക്കെ കരിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധയൊക്കെ കൊടുത്ത് വരുമ്പോഴാണ് പിന്നെ ഇലകളൊക്കെ നന്നായിട്ട് വരിക. ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന ടെക്കോമയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ബുഷിയായിട്ട് പോട്ടിലും വളർത്താം, മണ്ണിലും വളർത്താൻ പറ്റിയതാണ്. പ്രൈസ് എല്ലാത്തിനും തന്നെയും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ശ്രീലങ്ക മുല്ലയാണ്. എന്നും വെള്ള കളറിലെ പൂക്കൾ വേണമെന്നുള്ളവർ ഈ പ്ലാന്റ് വാങ്ങി വളർത്തിയാൽ മതി. മണമില്ലെന്ന് മാത്രമേ ഉള്ളൂ. മണ്ണിലും നടാം, പോട്ടിലും നടാം. പ്രൂൺ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നീളത്തിലിങ്ങനെ ഹൈറ്റിൽ പോകും. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുഷിയായിട്ട് നിൽക്കും. വളർത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു പ്ലാന്റാണ്. അടുത്തത് ഈ കാണുന്ന എസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ്. അതിൻ്റെ ഒരു വലിയ പ്ലാന്റ് തന്നെയാണ്. നാടൻ വെറൈറ്റിയാണ്. അടുത്തത് ഈ പ്ലാന്റാണ്. മെലോസ്റ്റോമ വൈറ്റിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റാണ്. ഇത് ഇലകളൊക്കെ പുതിയ തളിർപ്പൊക്കെ വന്ന് പൂവൊക്കെ ആയ ടൈപ്പാണ്. നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ആദ്യം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഈ പ്ലാന്റാണ് പോണിറ്റെയിൽ പാമെന്നും പറയുന്ന, കർലി പാമെന്നൊക്കെ പറയുന്ന ഈ പ്ലാന്റാണ്. ഇത് അങ്ങനെ എല്ലാ നഴ്സറികളിലൊന്നും അങ്ങനെ കാണാത്ത ഒരു പ്ലാന്റാണ്. അതിൻ്റെ പ്രൈസ് എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും പറയാത്തത്. ഈ ക്രിപ്റ്റാന്തസിൻ്റെ പിങ്ക് കളറിൻ്റെ പ്ലാന്റും അവൈലബിൾ ആണ്. ഈ പിങ്ക് കളർ നന്നായിട്ട് വന്നത് ഈ കാണിക്കുന്നത്. അത് പിങ്ക് കളർ വരാതെ ഗ്രീൻ കളറിലിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ കാണുന്ന ജിഫിയിലെ പ്ലാന്റ് വാങ്ങി വലുതാക്കിയതാണ്. ആലോക്കേഷ്യ ആമസോണിക്കയുടെ പ്ലാന്റ്. കുറച്ച് വലിയ ജിഫി സൈസിൽ നിന്ന് കുറച്ച് വലുതായിരുന്നു, ഇരുന്ന് വളർന്നതാണ്. അടുത്തത് ബാമ്പിനോ. ഇത് രണ്ടും അവൈലബിൾ ആണ് സെയിലിനായിട്ട്. ഇതും നല്ല അലങ്കാര ചെടികളൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ പറ്റിയവർക്ക് ഇത് വാങ്ങിച്ചു വെച്ചാൽ നല്ലതാണ്. നമ്മുടെ വീട്ടിൽ മനോഹരമാക്കാൻ പറ്റും. അടുത്തത് ഈ കാണുന്ന ബോഗൺവില്ലയാണ്. ഡബിൾ കളറുണ്ട്. ചിലതിന് നല്ല ഭംഗിയുള്ള, ഞാൻ ഇതിന് മുമ്പ് ഷോർട്സും വീഡിയോയിലും ഒക്കെ ഇട്ടിരുന്നു, പൂക്കളായവ. അതുപോലെ പിങ്കും വെള്ളയും മിക്സ് കലർന്ന കളർ വരുന്ന പൂക്കളുള്ളതാണ് ആ കണ്ട ബോഗൺവില്ല. ഈ കാണുന്ന ബോഗൺവില്ല 2 ടൈപ്പ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇത് ഡോക്ടർ റാവു അല്ല മറ്റേത്. ഇത് രണ്ടും റോയൽ ഡോൾഫിനെന്നും അങ്ങനെ എന്തൊക്കെ ഐഡിയയിൽ വന്ന പ്ലാന്റുകളാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണെന്നാണ് പറഞ്ഞത്. ഇതുവരെ പൂ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പൂവിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്. കണ്ടാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അടുത്തത് ഈ കാണുന്ന മുല്ലയാണ്. ചെറിയ ടൈപ്പ്, പടരുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ചെടിയുടെ ചൂട്ടിൽ തന്നെ ഉണ്ടായതാണ്. അടുത്തത് ഈ തെറ്റിയാണ്. ചുമന്ന തെറ്റിയാണ്. കാളിത്തെറ്റി എന്നൊക്കെ പറയുന്ന നല്ല കടും ചുവപ്പ് കളർ പൂക്കൾ വരുന്ന തെറ്റിയാണ് സെയിലിനായിട്ടുള്ളത്. പിന്നെ ചോക്കോ ഇംപ്രസിൻ്റെ പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അതിൻ്റെ കൂടി ഇരിക്കുന്നത് മറ്റ് പലതരം പ്ലാന്റുകളാണ്. ഈ ചോക്കോ ഇംപ്രസിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസാണ് കൊടുത്തിരുന്നത്. പിന്നെ ഈ അഡീനിയം ഇപ്പോൾ അവൈലബിൾ ആണ്. 4 അഡീനിയം, 4 ഡിഫറൻറ്റ് നമ്പറിൽ വരുന്ന അഡീനിയമാണ്. 499 രൂപയും കൊറിയർ ചാർജും വരും. DTDCയും സ്പീഡ് പോസ്റ്റും ത്രൂ ആണ് പ്ലാൻസ് എല്ലാം അയക്കുക. ഇപ്പോൾ ഈ ആഴ്ചത്തെ പ്ലാൻസ് എല്ലാം അയച്ചതിന് DTDCക്കാർ കുറേ ഡിലേ വരുത്തി, എന്തൊക്കെയോ കുറേ ഡിലേ ഉണ്ട്. ഇപ്പോൾ ഓരോരുത്തരായിട്ട് തന്നെ മെസ്സേജ് ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ പ്ലാൻസ് ഇന്നലെ അയച്ച പ്ലാൻസ് പോലും ഇപ്പോഴും അയച്ചെടുത്തിരിക്കുന്നതേ ഉള്ളൂ എന്ന്. അവർക്കെന്തോ അവരുടെ ഹെഡ് ഓഫീസിൽ, ഇവിടുന്ന് പോകുന്ന ഹെഡ് ഓഫീസിൽ എന്തോ തകരാറ് വന്നതുകൊണ്ട് ആര് ട്രാക്ക് ചെയ്താലും പ്ലാന്റ് പോയിട്ടില്ലെന്നാണ് കാണിക്കുന്നത്. അത് ഒരു ദിവസം കൊണ്ട് ശരിയാകും, എല്ലായിടത്തും പോകുന്ന ഒരു ദിവസം വീതം എല്ലാവർക്കും ഡിലേ ആകുമെന്നാണ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇതൊരു മെസ്സേജായിട്ട് ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ പ്ലാൻസ് അയച്ചവരൊക്കെ കരുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പല കോഡക്സിൻ്റെ സൈസ് പല സൈസായ വലിപ്പത്തിലായ പ്ലാന്റുകളുണ്ട്. കോഡക്സ് കുറച്ചുകൂടി വലിയ പ്ലാന്റുകളും ഇടയ്ക്കുണ്ട്. ഇതിൻ്റെയൊക്കെ ഏകദേശം ഇതൊക്കെ 1 വർഷമായതാണ്. കൂടുതലും മൾട്ടിപ്പെറ്റൽ പ്ലാന്റ്സ് തന്നെയാണ്. എന്ന് വെച്ചാൽ പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാനിങ്ങനെ ഒരുപാട് അഡീനിയം വാങ്ങിച്ച് പൂക്കളായിട്ട് സെയിൽ ചെയ്യുന്ന ഒരാളല്ല. വരുന്നവയിൽ പൂ വിരിയുന്നതനുസരിച്ച് ഞാൻ സിംഗിളായിട്ട് സെയിൽ ചെയ്യും. പിന്നെ ഇപ്പോൾ ഇത് പൂവാകാതെ ഇരിക്കുന്ന പ്ലാന്റുകളുടെയാണ് കോംബോ ആയിട്ട് പറഞ്ഞത്. ചിലരൊക്കെ ഒരുപാട് പ്ലാന്റ് വാങ്ങിയിട്ട് അതിൻ്റെ പൂവായിട്ട് ഒന്നിച്ച് ഈ കളർ പൂവ് ആ കളർ അങ്ങനെ പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ടല്ലോ. ഇതങ്ങനെയല്ല.
ഞാൻ കുറേ പ്ലാന്റ്സ് വാങ്ങി, അതിൽ പൂവിടരുന്നത് സിംഗിളായിട്ട് സെയിലായി പോയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതുപോലുള്ള പൂവാകാത്ത ഡിഫറൻറ്റ് നമ്പറിൽ വരുന്ന കൂടുതലും മൾട്ടിപെറ്റൽ തന്നെയാണ്. അതിൻ്റെ കോംബോ പ്രൈസാണ് പറഞ്ഞിരുന്നത്. സിംഗിളായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും തരുന്നതാണ്. 3K സബ്സ്ക്രൈബേഴ്സ് ആയത് പ്രമാണിച്ച് 10 ഫ്രീ പ്ലാന്റുകളാണ് തരുന്നത്. 10 പ്ലാന്റും കൂടെ ഈ വീഡിയോയുടെ നിന്നും സെലക്ട് ചെയ്യുക ബുദ്ധിമുട്ടായതുകൊണ്ട്, പിന്നെ അയക്കുകയൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ വീഡിയോയിൽ നിന്നും 3 പേർക്കാണ് ഫ്രീ പ്ലാന്റ് കിട്ടുക. അതിന് നിങ്ങൾ വേണ്ടത് കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 പേർക്കാണ് ഓരോരോ അഡീനിയം പ്ലാന്റ് കിട്ടുക. ഈ പ്ലാന്റ് അല്ല, ഇത് കോഡെക്സ് വലിയ പ്ലാന്റാണ്. അല്ലാതെ ആദ്യം കാണിച്ച 1 വർഷം പ്രായമായ അഡീനിയം പ്ലാന്റാണ് ഫ്രീ ആയിട്ട് അയച്ചു തരിക. 3 അഡീനിയം പ്ലാന്റാണ് ഇതിൽ നിന്ന് തരിക. അടുത്ത വരുന്ന വീഡിയോകളിലാണ് ബാക്കി 7 പ്ലാന്റുകളും കൂടി തരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻ്റ് ഇടാനും തുടങ്ങിക്കൊള്ളുക. എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു സെയിൽ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്